പന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞ് വരുന്ന ആദ്യ തിങ്കളാഴ്ചയാണ് മറിയം തിരുസഭയുടെ അമ്മയാണെന്ന തിരുനാൾ ആഘോഷിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കൺക്ലൂഡിംഗ് സെഷനിൽ വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ മേരി മദർ ഓഫ് ദ ചർച്ച് എന്ന തിരുനാൾ ഔദ്യോഗികമായി തിരുസഭയിൽ പ്രഖ്യാപിച്ചത്. അതിനുശേഷം 2018 മാർച്ച് 3-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ തിരുനാൾ ആരാധനക്രമത്തിൽ ഒരു മെമ്മോറിയൽ മാസായി കൊണ്ടാടണമെന്ന് പ്രത്യേകമായി ഡിക്രി വഴി ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ വത്തിക്കാൻ സ്ക്വയറിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകമായ ചരിത്രം ഈ വത്തിക്കാൻ സ്ക്വയറിന് മറിയം തിരുസഭയുടെ അമ്മയാണ് എന്നുള്ള ടൈറ്റിലിന് പറയുവാനുണ്ട്. ആ കഥ നമുക്ക് കേൾക്കാം. സെന്റ് ഡമാസോ കോർട്ടിയാർഡിനും അതോടൊപ്പം തന്നെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സ്ക്വയറിനും ഇടയിലായി, കൃത്യമായി പറഞ്ഞാൽ അപ്പസ്തോലിക് പാലസിൻ്റെ ഒരു വിൻഡോയിൽ, ജനാലയിൽ പ്രത്യേകമായി അധികമാരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ഒരു ചിത്രം, ഒരു മൊസൈക്ക് ഐക്കൺ ചിത്രമുണ്ട്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞിനെ കൈപിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മൊസൈക്കിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഐക്കണാണ്. എന്താണ് ഈ ഐക്കണിൻ്റെ പ്രത്യേകത? എങ്ങനെയാണ് ഈ ഐക്കൺ അവിടെ സ്ഥാപിതമായത്? 1981 ഡിസംബർ 8-ാം തീയതിയാണ് ഇങ്ങനെയൊരു ഐക്കൺ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആശീർവദിച്ച് അവിടെ സ്ഥാപിതമാകുന്നത്. എന്നാൽ ഇതിനു മുമ്പേ തന്നെ ഒരു പ്രത്യേകമായ ഒരു കാരണം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഈ ഐക്കൺ അവിടെ സ്ഥാപിക്കുവാൻ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, 1981 മെയ് 13-ാം തീയതി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വെടിയേറ്റ് പിന്നീട് ജെമല്ലി ആശുപത്രിയിൽ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും നീണ്ട ശസ്ത്രക്രിയകൾക്കും ചികിത്സയ്ക്കുമൊടുവിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട് അദ്ദേഹം വത്തിക്കാനിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇപ്രകാരം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതായത് തൻ്റെ ജീവനെ രക്ഷിച്ചത് പരിശുദ്ധ അമ്മയാണ്, തിരുസഭാ മാതാവാണ്. അതുകൊണ്ട് ആ മാതാവിനോടുള്ള നന്ദി സൂചകമായി ആ പരിശുദ്ധ അമ്മയുടെ ചിത്രം, ഒരു മൊസൈക്ക് ചിത്രം വത്തിക്കാൻ സ്ക്വയറിൽ സ്ഥാപിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. മാത്രമല്ല, വത്തിക്കാൻ സ്ക്വയറിലും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പരിസരങ്ങളിലൊന്നും പരിശുദ്ധ മാതാവിൻ്റെ ചിത്രമോ ഐക്കണോ ഒന്നും പ്രത്യേകമായി ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ടും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഏതായിരുന്നാലും തന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ച പരിശുദ്ധ അമ്മയോടുള്ള നന്ദി സൂചകമായി ആ അമ്മയെ ഓർത്തുകൊണ്ട് വത്തിക്കാൻ സ്ക്വയറിൽ അപ്പസ്തോലിക് പാലസിൻ്റെ ജലാനിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിച്ച് സ്ഥാപിക്കുവാൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ വത്തിക്കാൻ സ്ക്വയറിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് കടന്നു വരുന്ന തിരുസഭയാകുന്ന അമ്മയുടെ മക്കൾ എല്ലാവരും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനും ദൈവാനുഭവത്തോടും ദൈവാനുഗ്രഹത്തോടും കൂടെ ബസിലിക്കയിൽ പ്രവേശിക്കുവാൻ വേണ്ടി അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും തൻ്റെ മക്കൾക്ക് ലഭിക്കണമെന്ന ആഗ്രഹവും കൂടി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിത്രം മൊസൈക്ക് അവിടെ സ്ഥാപിക്കുന്നതിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ തൻ്റെ ജീവിതത്തെ മരണത്തിൻ്റെ വക്രത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷിച്ച പരിശുദ്ധ അമ്മയോടുള്ള നന്ദി സൂചകമായി സ്ഥാപിച്ച ഈ പരിശുദ്ധ അമ്മ ഉണ്ണീശോയെയും കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ചിത്രത്തിൻ്റെ അടിയിൽ പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നപ്പോൾ സ്വീകരിച്ച തൻ്റെ കോട്ട് ഓഫ് ആംസിലെ ആപ്തവാക്യമായി സ്വീകരിച്ചിരുന്ന വാക്കാണ് ടോട്ടൂസ് ടൂസ്. അതായത് ഞാൻ സമ്പൂർണമായും നിൻ്റേതാണ് എന്നർത്ഥം വരുന്ന ആ വാക്ക് ഈ വത്തിക്കാൻ സ്ക്വയറിൽ ഇരിക്കുന്ന മാതാവിൻ്റെ ചിത്രത്തിൻ്റെ അടിയിൽ പ്രത്യേകമായി എഴുതി ചേർത്തിട്ടുണ്ട്. മാത്രമല്ല, അപ്പസ്തോലിക് പാലസിൻ്റെ ആ ജനലിനോട് ചേർത്ത് വത്തിക്കാൻ സ്ക്വയറിൽ കാണാവുന്ന വിധത്തിൽ വെച്ചിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ അടിയിൽ വെങ്കലം കൊണ്ട് മാത്തർ എക്ലേസ്യ അല്ലെങ്കിൽ മദർ ഓഫ് ദ ചർച്ച് എന്നുകൂടി ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും പരിശുദ്ധ അമ്മ തിരുസഭയുടെ അമ്മയാണ്, നമ്മളുടെ അമ്മയാണ്. തിരുസഭയാകുന്ന മക്കളുടെ ജീവിതത്തിൽ അവർക്കാവശ്യമായ നന്മകളെല്ലാം സ്വർഗത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുവാൻ അവൾ സദാ സന്നദ്ധയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ
ആരാധനാക്രമത്തിൽ ഇതൊരു മെമ്മോറിയൽ മാസമായി തിരുസഭ ആഘോഷിക്കുവാൻ വേണ്ടി പ്രത്യേകമായി ഉത്തരവ് ഇറക്കിയപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭക്തിയുടെ ഒരു ഭാഗം മാത്രമായി മാറുക എന്നുള്ളതല്ല, മറിച്ച് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ അമ്മയാണ്, നമ്മളുടെ ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്ന അമ്മയാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അമ്മയുടെ മാതൃത്വത്തിന് നമ്മളുടെ ജീവിതത്തെ മുഴുവനായും സമ്പൂർണ്ണമായി സമർപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അതെ, തിരുസഭ നമ്മുടെ അമ്മയാണ്. ആ തിരുസഭയുടെ അമ്മയാണ് പരിശുദ്ധ മറിയം. മറിയത്തിൻ്റെ മക്കളെന്ന നിലയ്ക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടി ആത്മീയ ജീവിതത്തിൽ വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തിരുസഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടി കൂടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. തിരുസഭ മാതാവിൻ്റെ മാതൃത്വത്തിന് കീഴിൽ നമ്മുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം തേടി അനുദിനം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ മാസം മെയ് മാസം മരിയൻ മാസത്തിൽ പ്രത്യേകമായി സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കാസ് ചത്തുരത്തിൽ ഈ പരിശുദ്ധ അമ്മയുടെ രൂപം കൈകളിലെത്തിക്കൊണ്ട് പ്രത്യേകമായ പ്രൊസഷനും ജപമാല പ്രാർത്ഥന യജ്ഞവും നടന്നിരുന്നു. പ്രത്യേകമായി എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 9 മണി മുതൽ രാത്രി 10 മണി വരെ ഈ പ്രാർത്ഥന നടക്കുകയുണ്ടായി. അപ്പോൾ ഈ മാതർ എക്ലേസിയ അല്ലെങ്കിൽ മദർ ഓഫ് ദ ചർച്ച് എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ രൂപം, ആ ഐക്കൺ കയ്യിലേന്തിക്കൊണ്ട് പതിനായിരക്കണക്കിന് വ്യക്തികൾ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ലൂർദിൽ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് കഴിഞ്ഞ മാസത്തിൽ ഇവിടെ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം. ഏതായിരുന്നാലും പരിശുദ്ധ അമ്മയുടെ കൈകളിൽ തിരുസഭ സുരക്ഷിതമാണ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാനും അമ്മയുടെ കാവലിന് മുന്നിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനുമാണ് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്, തിരുസഭയുടെ അമ്മയാണ്. അമ്മയുടെ മക്കളായ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും തേടി നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.